ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രൻ നാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ, റോഡ് അപകടങ്ങൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ബൈക്ക് അപകടങ്ങൾ തന്നെ എടുത്തു പറയണം. മലപ്പുറം വേങ്ങരയിലാണ് 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച ഒരു അപകടമുണ്ടായത്. വിദ്യാർത്ഥികളായിരുന്നു, യുവാക്കളായിരുന്നു. ഈ അപകടത്തിൽ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. 2 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന 2 ബൈക്കുകളാണ് ഈ കൂട്ടിയിടിച്ചത്. അതേപോലെ തന്നെയാണ് മരുമകളുമായി ബൈക്കിൽ പോകവേ ഒരു വൃദ്ധ കുഴിയിൽ വീണ് മരിക്കുകയുണ്ടായത്. അതും ആ റോഡൊക്കെ വളരെ മോശമാണ്. അതിലൂടെ ബൈക്കിൽ പോകവേ ആയിരുന്നു ഈ വൃദ്ധ ബൈക്കിൻ്റെ പുറകിൽ നിന്ന്, സ്കൂട്ടറിൻ്റെ പുറകിൽ നിന്ന് തെറിച്ചു വീണാണ്, തലയിടിച്ചാണ് റോഡിൽ വീണത്. ഈ 2 അപകടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ബൈക്ക് യാത്രികരുടെ ഒരു സുരക്ഷാക്കുറവിനെ കുറിച്ചാണ്. നമുക്കറിയാം, എത്ര സൂക്ഷിച്ചാലും ഒരു അപകടകരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ബൈക്ക്. അതിൽ പ്രധാനമായും 2 പേരെ കൊണ്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ അപകടങ്ങളൊക്കെ തന്നെ അക്കാര്യങ്ങളാണ് തുറന്നു കാണിക്കുന്നത്. വളരെ ശരിയാണ്. താങ്കൾ പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഞാൻ ആ വിഷ്വൽസ് വീഡിയോ കണ്ടു. അതായത് മലപ്പുറം വേങ്ങരയിലുണ്ടായ റോഡ് അപകടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. അതായത് ഈ നമ്മുടെ എയർപോർട്ടിന്റെ റൺവേയില് ഫൈറ്റർ പ്ലെയിൻ എങ്ങനെയാണ് പോകുന്നത്, അതേ സ്പീഡില് റോഡിന്റെ ഒത്ത നടുവിലൂടെ ചീറിപ്പാഞ്ഞു പോയിട്ട് എതിരെ വന്ന വണ്ടിയുമേ കയറി ഇടിച്ച് ആണ് ഈ അപകടം ഉണ്ടാവുന്നത്. അപ്പൊ എന്തുമാത്രം ഇത്രത്തോളം അപകടങ്ങൾ പെരുകിയിട്ടു, ഇത്രത്തോളം യുവാക്കൾ മരിച്ചിട്ട് നമ്മളുടെ ബൈക്ക് ഓടിക്കുന്ന യുവാക്കൾ എന്തുകൊണ്ടൊരു പാഠം പഠിക്കുന്നില്ല? അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളത്. കാരണം അവരുടെ ജീവൻ അവർ തന്നെ റോഡിൽ കുരുതി കൊടുക്കുകയാണ്. വേറെ വേങ്ങരയെ സംബന്ധിച്ച് വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. കാര്യം ഒരു മിതമായ വേഗത്തിൽ പോവുക, റോഡിന്റെ ഇടതുവശം ചേർന്ന് പോവുക എന്നുള്ളത് നമ്മൾ നിത്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേൾക്കാതെ അതെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ പോവുകയും എതിരെ വരുന്ന ഒരു ബൈക്കിനെ കയറിയിടിക്കുകയും ചെയ്തു. കണ്ടില്ലേ? അത് എന്നിട്ട് മരണത്തിലേക്ക് പോകാനുള്ള രീതിയിലേക്കുള്ള ഗുരുതരമായ പരിക്ക്. കാര്യം ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ മയം ഉണ്ടാവില്ല, ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഹെഡ് ഇഞ്ചുറി ആയിരിക്കും കാര്യമായിട്ടുണ്ടാകുന്നത്. പിന്നെ ചെസ്റ്റ്, റിബ്സ്, പിന്നെ കാർഡിയാക് ഇഷ്യൂസ്, ഇതെല്ലാം കൂടി വരുമ്പോൾ ആ ജീവിതം വെറുതെ പൊലിഞ്ഞു പോവുകയല്ലേ. അതേസമയം നിങ്ങൾ ആ വീഡിയോ നല്ല നോക്കുക, ഒരു മാന്യൻ ഈ അപകടം കണ്ടിട്ട് റോഡിന്റെ ഒത്ത നടുക്ക് ബൈക്ക് നിർത്തിക്കൊണ്ട് പോയി നോക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാനേഴ്സ് ഇല്ലേ? പൊതു നിരത്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒതുക്കി നിർത്തണം. ഈ അപകടം കാണാൻ വേണ്ടിയുള്ള കൊതി ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ബൈക്കൊന്ന് ഒതുക്കി നിർത്തണ്ടേ? നിങ്ങൾക്കും ആ ഗതി വരാതിരിക്കാൻ വേണ്ടി, മറ്റൊരാളെ അപകടത്തിൽ പെടുത്താതിരിക്കാൻ വേണ്ടി വാഹനം ഓടിക്കുന്നവർ, പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കുന്നവർ, നമ്മൾ 100 തവണ കൂടുതൽ ഈ ചാനൽ മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇടതുവശം ചേർന്ന് പോവുക, സ്പീഡ് കുറച്ചു പോവുക. ഇത് അമിതമായ വേഗതയും റോങ് സൈഡിൽ കൂടെ കയറി ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇത് തടയാൻ പറ്റുന്നതായിരുന്നു. ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. ഇത് ബൈക്ക് ഓടിക്കുന്നവർ മാത്രം വിചാരിച്ചാലേ തടയാൻ പറ്റുള്ളൂ. അവിടെ വേറെ റോഡിന്റെ കുഴപ്പമല്ല, പോലീസിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും കുഴപ്പമല്ല. സ്വന്തം അഹങ്കാര പ്രകാരം വാഹനങ്ങൾ എങ്ങനെയും കുത്തിയിടിച്ച് മരണത്തിലേക്ക് പോവുക. സത്യം പറഞ്ഞാൽ ഇതൊരു ആത്മഹത്യാപരമായ റൈഡാണ് അവിടെ സംഭവിച്ചത്. വേങ്ങരയില് കായംകുളത്ത് ഈ പറഞ്ഞ മുനിസിപ്പൽ ടൗണിൽ നടന്ന, മുനിസിപ്പൽ റോഡിൽ നടന്ന എന്ന് പറയുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് 72 വയസ്സുള്ള തുളസി എന്ന് പറയുന്ന ചേച്ചി കുഴിയിൽ വീണ് മരിച്ചത്. അപ്പൊ അത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അല്ലല്ലോ. കായംകുളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആണ്. അവിടുത്തെ MLAയും CPM ആണ്. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച്, മുനിസിപ്പാലിറ്റി നല്ലവണ്ണം ടാക്സ് പിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കായംകുളത്തുള്ളത്, എന്തുകൊണ്ട് അവരുടെ ഉടമസ്ഥയിലുള്ള റോഡിലെ കുഴികൾ ഒരു സമയബന്ധിതമായിട്ട് അത് ഫില്ല് ചെയ്ത് കളയുന്നില്ല? അല്ലെങ്കിൽ ഫണ്ട് ഇല്ലെങ്കിൽ തന്നെയും MLAയുടെ ഫണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ വീടിനടുത്തൊക്കെ പല റോഡിലെ കുഴികളും MLA ഫണ്ട് ഇന്ന് അത് ഉപയോഗിച്ചിട്ട് നികത്തി ട്രാഫിക് വൃത്തിയാക്കുകയാണ്. അപ്പൊ പൊതുജനങ്ങളുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണെങ്കിൽ ഈ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, ആ റോഡ് പ്രോപ്പർ ആയിരുന്നെങ്കിൽ. കാര്യം ഇതിനകത്ത് കുഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ, ഈ കുഴിയുടെ ഇതിന്റെ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അല്പം വെള്ളം കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് ചവിട്ടി വിട്ടു പോകും. പക്ഷെ ആ കുഴി വീണുമ്പോൾ ഇത് തെറിക്കും. പുറകെ ഇരിക്കുന്ന ആളാണ് തെറിക്കുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ഹാൻഡിൽ ബാറുമേ പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്ന ആള് സീറ്റിൽ തെറിച്ച് വീണ് തലയടിച്ച് വീണാണ് മരിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രേക്ഷകർ ആരെങ്കിലും മാന്യന്മാരുണ്ടെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുക്കണം.
കാര്യം ഇത് മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുക്കണം. അവിടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, അദ്ദേഹത്തിനെ കൂടെ കൂട്ടുപ്രതിയാക്കണം. കായംകുളം SHOയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്. ഞാൻ SHOയെ നേരിട്ട് ടെലിഫോണിൽ ബന്ധപ്പെടാം. ഈ കേസ് ഞാൻ വിടില്ല, ഉറപ്പായിട്ടും വിടില്ല. കാര്യം ഈ റോഡിൽ അപകടങ്ങൾ ഉണ്ടെന്ന പല രീതിയിലുള്ളതിൽ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഡെത്ത് ഉണ്ടായാൽ ഓടിച്ചവർക്കെതിരെ അല്ല കേസെടുക്കേണ്ടത്, റോഡിന്റെ ഉടമസ്ഥന്മാരാണ് ആരാണ് അവർക്കെതിരെ കേസെടുക്കാൻ SHOയോട് ഞാൻ സംസാരിക്കാം. അതുകൂടാതെ കായംകുളം DSPയോടും ആലപ്പുഴ SP നേരിട്ട് ഞാൻ ടെലിഫോണിൽ വിളിച്ച് പറയും. കാര്യം ഇത് വളരെ ശോചനീയാവസ്ഥയിലുള്ള റോഡുകളിൽ നിങ്ങൾ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്ക് അനുമതി കൊടുക്കുന്നത്? അത്തരം റോഡുകൾ, അതും പ്രധാനപ്പെട്ട റോഡാണ്, കായംകുളത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന, ടൗണിൽ നിന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ലൂപ്പ് ഒരു റോഡാണത്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റി ടാക്സ് പിരിക്കുന്നത് എന്തിനാണ്? അത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. ഞാൻ ഇപ്പോൾ തന്നെ കായംകുളം SHOയെയും ആലപ്പുഴ DYSPയെയും കായംകുളം DYSPയൊക്കെ ഞാൻ വിളിച്ചു പറയും, ഇതിന് നടപടി ഉണ്ടാകണം. ആരെങ്കിലും സുഹൃത്തുക്കൾ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കണം. അതായത് കായംകുളം മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരെയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയും അതേപോലെ തന്നെയാണ് MLAക്കെതിരെയും. MLA CPMകാരാണ്, അവർക്ക് ഫണ്ടിനൊന്നും പഞ്ഞമില്ലല്ലോ. അപ്പൊ ജനങ്ങളെ റോഡിൽ കുരുതി കൊടുക്കാനായിട്ട് നമ്മൾ ഭരിക്കുന്ന വർഗം തന്നെ റോഡിലോട്ട് ഇറങ്ങി അനാസ്ഥയോടെ പെരുമാറുക. പക്ഷെ വീമ്പിളക്കുകയാണ്, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചെയ്തില്ലെങ്കിൽ റോഡിൽ എല്ലാ ദിവസവും മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി റോഡിലിറങ്ങി ബസ് തടയുന്നു. അദ്ദേഹത്തിന്റെ റോഡിൽ ബസ് തടയാനുള്ള നിയമപരമായ അവകാശവും അധികാരവും ഇല്ല. അത് യൂണിഫോംഡ് ഓഫീസേഴ്സാണ് റോഡിൽ ബസ് തടയുന്നത്, അവരെയാണ് നിർദ്ദേശിക്കേണ്ടത്. അല്ലാതെ 10-50 യാത്രക്കാരുമായിട്ട് ദീർഘദൂരം വരുന്ന ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തുമ്പോൾ ആ ബസ് 10-20 മിനിറ്റോളം റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഓടിയെത്താനുള്ള സമയം കിട്ടുന്നില്ല. കൂടാതെ ആ ഡ്രൈവറെ അപമാനിച്ചത് മൂലം ഡ്രൈവർ ഒരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിന്റെ ദേഷ്യവും അമർഷവും ഒക്കെ തീർക്കുന്നത് എതിരെ വരുന്ന വണ്ടിക്കാരോടായിരിക്കും. അങ്ങനെയാണ് KSRTCയുടെ ഒട്ടുമിക്ക റോഡപകടങ്ങളുടെയും പ്രധാന കാരണമെന്ന് ഇന്നലത്തെ ആ വിഷയങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ റോഡ് സുരക്ഷ കൈയാളുന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നിർബന്ധമായിട്ടും റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അദ്ദേഹത്തിന്റെ റോഡ് സേഫ്റ്റി കമ്മീഷണറെ കൊണ്ട് കായംകുളം മുനിസിപ്പാലിറ്റിക്ക് ലെറ്റർ അയക്കണം. അതേപോലെ തന്നെയാണ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ട. മലബാർ ഏരിയയിലാണ് ഈ ദിവസങ്ങളിൽ അപകടങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടായേക്കുന്നത്. അത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കോഴിക്കോട്, അദ്ദേഹത്തിനെ നിർബന്ധിക്കണം. ഈ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിലെ ഈ അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പൊതുനിരത്തിൽ ഉണ്ടാകണം, പിടിക്കണം, ശിക്ഷിക്കണം. അതേപോലെ പോലീസിന്റെ DIG കണ്ണൂർ റേഞ്ച്, അദ്ദേഹവും റോഡിലോട്ട് ഇറങ്ങാനായിട്ട് പോലീസുകാരോട് അഭ്യർത്ഥിക്കണം. നമുക്ക് ഈ വിലപ്പെട്ട ജീവൻ റോഡിൽ പൊലിയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം വണ്ടി ഓടിക്കുന്നവർ തന്നെയാണ്. കൂടാതെ എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. പൊതുനിരത്തിൽ ഈ പറഞ്ഞ വാഹനം ചെക്ക് ചെയ്യാനോ പിടിക്കാനോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ കേരളത്തിൽ. ഇത് കൃത്യമായിട്ട് തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെയാണ് സർ, ഈ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഇങ്ങനെ കുഴികളൊക്കെ കാണുമ്പോൾ തന്നെയും കൃത്യമായിട്ട് ഈ ഹെൽമെറ്റുകൾ ധരിക്കേണ്ടത് എത്രത്തോളം ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ കുഴി കാണുമ്പോൾ പരമാവധി അതിലൂടെ പോകാതെ, അല്ലെങ്കിൽ ഇപ്പോൾ പുറകിൽ ഒരു പാസഞ്ചർ ഉണ്ടെങ്കിൽ അയാളെ അത് ഇറക്കി നടത്തുകയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ കണ്ണടക്കുകയും കൈ മലർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊതുജനങ്ങൾ പാലിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായിരിക്കാൻ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും. കാര്യം ഞാനിപ്പോ റാലി ഡ്രൈവറാണ്. റാലി ഡ്രൈവിംഗിൽ നമ്മൾ ഇതിനകത്ത് പറയാം ടെറൈൻ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് ഉണ്ട്. ടെറൈൻ മാനേജ്മെന്റ് എവിടെ കുഴി ഉണ്ടെന്നുള്ളത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതനുസരിച്ച് വാഹനങ്ങൾ ഒതുക്കി കൊണ്ടുപോവുക, കുഴിയിലേക്ക് വീഴാതിരിക്കാൻ നോക്കുക. ഏറ്റവും അവസാനമായിട്ടാണ് പില്ലിയൻ റൈഡർ നമ്മൾ റോഡിൽ ഇറക്കി നിർത്തിക്കൊണ്ട് നടന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റോഡിൽ കുഴികൾ ഉണ്ടെന്നുള്ളത് ഇപ്പൊ അയൽവാസികൾ വിചാരിച്ചാൽ തന്നെയും കുറച്ച് മെറ്റലോ കല്ലോ ഒക്കെ ഇട്ടിട്ട് ഇത് അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികാരികളും MLAകളും ഒക്കെ തന്നെ വളരെയേറെ മുന്നോട്ടിറങ്ങി വന്നില്ലെങ്കിൽ
കേരളം ഒരു കുരുതിക്കളമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആക്കം ഇനിയും കൂടും. കാര്യം ഇത് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രിയുണ്ട്, ഫണ്ടുണ്ട്. ഇപ്പൊ റോഡ് സേഫ്റ്റി ഫണ്ട് കോടാനുകോടി രൂപയുണ്ട്, ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് ആർക്കും അറിയില്ല. അപ്പൊ ഇത്തരം പ്രവണതകൾക്ക് കടിഞ്ഞാണിടണമെങ്കിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയാണ് റോഡ് സേഫ്റ്റിയുടെ ചുമതലയുള്ളത്. അദ്ദേഹം ഉണർന്നു പ്രവർത്തിക്കണം. ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ വന്നേക്കുന്ന ഒന്നും തന്നെ റോഡ് സേഫ്റ്റിക്ക് അനുകൂലമായിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല എന്ന് തന്നെ പറയാം. അത് പോരാ. അദ്ദേഹം ഉണർന്ന് വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ റോഡ് സേഫ്റ്റിക്ക് ഒരു ഫോക്കസ് ആക്ഷൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. റോഡിലിറങ്ങി പ്രവർത്തിക്കാനായിട്ട് അടിയന്തരമായിട്ടൊരു ചുവടുവയ്പ് ഗതാഗത മന്ത്രിയുടെ കയ്യിൽ നിന്നുണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഗതാഗത മന്ത്രിയെ മറ്റു ഉദ്യോഗസ്ഥന്മാരെ ഉപദേശിക്കണം. റോഡിൽ നമുക്കിങ്ങനെ മരണനിരക്ക് കുത്തനെ കൂടാൻ അനുവദിച്ചുകൂടാ. കാര്യം ഇലക്ഷൻ വരാൻ പോകുന്നു, അത്രത്തോളം വോട്ട് കുറയും. കൂടാതെ അനേകം കുടുംബങ്ങൾ കണ്ണീരോടെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാർ റോഡിൽ മരിച്ചു വീഴുമ്പോൾ അവരുടെ കുടുംബം അനാഥരായി പോകുന്ന ഒരു ദുഃഖ വാർത്തയും കൂടി ഭരിക്കുന്ന മന്ത്രിമാർ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അപേക്ഷയുണ്ട്. വളരെ കൃത്യമാണ്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.